ലത്തീൻ കത്തോലിക്ക വിഭാഗം, പ്രത്യേകിച്ച് അവരിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു ചർച്ചയ്ക്കെത്തിയവർ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ ഉന്നയിച്ചത്. കേന്ദ്രത്തിൽ സ്വതന്ത്രമായ ഫിഷറീസ് മന്ത്രാലയം വേണമെന്നായിരുന്നു ആദ്യ ആവശ്യം. ഇതിന് സിറ്റിംഗ് എം പി ശശി തരൂരിന്റെ മറുപടി ഇങ്ങനെ: ഈ വകുപ്പ് പറഞ്ഞാൽ ഇപ്പോൾ അഗ്രികൾച്ചർ മിനിസ്ട്രീൻ്റെ കീഴിലാണ്. ഫുഡ്, അഗ്രികൾച്ചർ, ഫിഷറീസ് ഒന്നായിട്ടാണ്. അതിനെ വേറെയാക്കാൻ നമ്മളുടെ കോalition ഘടകകക്ഷി തയ്യാറായിരുന്നില്ല. ഈ നിലപാടിനെ വിമർശിച്ചാണ് ഇടത് സ്ഥാനാർത്ഥി ബെനറ്റ് എബ്രഹാമും BJP സ്ഥാനാർത്ഥി ഒ രാജഗോപാലും സംസാരിച്ചത്. നിർബന്ധമായി ഒരു മന്ത്രാലയം ഫിഷറീസിന് വേണ്ടിയിട്ട് ഉണ്ടായിത്തീരും. തീർച്ചയായിട്ടും വേണ്ടത്ര ഗൗരവം കൊടുക്കുകയാണെങ്കിൽ സഖ്യകക്ഷികളുടെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ദലിത് ക്രൈസ്തവർക്ക് സംവരണമെന്ന ആവശ്യത്തെ ഇടതു വലത് സ്ഥാനാർത്ഥികൾ അനുകൂലിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥി എതിർത്തു. ഈ വിഷയം ഇപ്പോൾ കോടതിയിന് മുമ്പിലാണ്. മതപരിവർത്തനത്തിന് സഹായകമായ പ്രോത്സാഹമായിട്ടുള്ള നിലപാടിനെ അനുകൂലിക്കാൻ സാധ്യമല്ല. കടൽക്ഷോഭത്തെ പ്രകൃതി ദുരന്തമായി പരിഗണിക്കുക, തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതികൾ കൊണ്ടുവരിക, തീരദേശത്തിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളും സഭാപ്രതിനിധികൾ ഉന്നയിച്ചു. വിഴിഞ്ഞം തുറമുഖം വരുന്നത് സംബന്ധിച്ച ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് ശശി തരൂർ മറുപടി പറഞ്ഞു. ഇടതു വലുത് അനുഭാവികളുടെ വാക്കുതർക്കം ആദ്യ ചർച്ചയെ ബഹളമയമാക്കി. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് ലത്തീൻ അതിരൂപത സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. മീഡിയ 1 തിരുവനന്തപുരം.